പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനങ്ങളെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി ഇന്ന് ആയിരിക്കാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയിരിക്കുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഇന്ന് നമ്മുടെ അരോമ ടി വിയിൽ സാക്ഷ്യം പറയുവാൻ നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. പ്രിയ അൽ അമീൻ ആണ് നമ്മോടൊപ്പം അതിനായി ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ അൽ അമീനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് അൽ അമീൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ഷേമമായിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, മമ്മി, ഞങ്ങൾ 3 മക്കൾ. ഓക്കെ, അൽ അമീൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ +2 കൊമേഴ്സ് മാത്സ് സ്ട്രീമിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സഹോദരങ്ങളൊക്കെ? സഹോദരങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു വിദ്യാഭ്യാസത്തോടെ ബന്ധത്തിലായിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. പഠനമല്ലാതെ എന്തൊക്കെയാണ് വേറെ പരിപാടികള്? പഠനമല്ലാതെ ആർട്സ് പരമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് പ്രസംഗം, അതേപോലെ മത്സരങ്ങൾ, ഇങ്ങനെ നിലവാരത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ. ഓക്കെ, പഠനവും മറ്റു പല കലാപരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ, പഠനം, അതേപോലെ തന്നെ കലാപരിപാടികൾ, ചില കായിക മേഖലയില് അങ്ങനെ ചില പരിപാടികൾ, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സുവിശേഷ വേലയിലും വക്താവാകുന്ന ദൈവം എന്നെ സഹായിക്കും. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ആകട്ടെ, കർത്താവിന് വേണ്ടി വളർന്നു വരിക. ചെറുപ്പത്തിൽ തന്നെ ആ ഒരു തീഷ്ണതയും ഉത്സാഹവും ഉള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകട്ടെ, എന്താണ് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ അൽ അമീൻ ആഗ്രഹിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു എപ്രകാരം എന്നെ വിടുവിച്ചു, ആ യേശുക്രിസ്തുവിന്റെ സ്നേഹം എപ്രകാരം എന്നെ തേടി വന്നു, ആ യേശുക്രിസ്തുവിന്റെ സ്നേഹം എപ്രകാരം എന്നെ മാറ്റിമറിച്ചു എന്നുള്ള എന്റെ ചെറിയ ജീവിത അനുഭവമാണ് ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. ആകട്ടെ, തീർച്ചയായിട്ടും ദൈവം അതിന് സഹായിക്കട്ടെ. എല്ലാ പ്രേക്ഷകരും പ്രിയ അൽ അമീന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലെ വാക്കുകൾ, അതിലെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും സ്പർശിക്കുവാൻ കൊടിയായിത്തീരും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അൽ അമീൻ നമ്മോട് തുടർന്ന് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം എല്ലാ കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നൊരു പകലും അരോമ ടിവിയിലൂടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും അഖിലോക രക്ഷിതാവും വേഗം വരുന്നവനുമായ യേശു മശിഹായുടെ നിസ്തുല്യ നാമത്തിൽ എന്റെ പ്രഭാത വന്ദനങ്ങൾ. എന്റെ പേര് അൽ അമീൻ എന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാവുന്നത് പോലെ പാരമ്പര്യമായ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്റെ പിതാവിന്റെ പേര് ഷിഹാബുദ്ദീൻ. ദേവദാസൻ എന്ന കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്റെ മാതാവ് അനൂഷ. എനിക്ക് 2 സഹോദരങ്ങളാണ്. ഒരാൾ 9ാം സ്റ്റാൻഡേർഡിൽ, ഒരാൾ 3ാം സ്റ്റാൻഡേർഡിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യമായി തന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് ആ ഒരു നിലവാരത്തിലായിരുന്നു എന്റെ ബാല്യകാലവും ഞാൻ വളർത്തപ്പെട്ടു വരുവാനിടയായി തീർന്നത്. എനിക്ക് ഇന്നെന്ന പോലെ ഓർക്കാൻ കഴിയുന്നത് വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ മദ്രസയിൽ അതിരാവിലെ എഴുന്നേറ്റ് പോയി ഖുർആൻ പഠിക്കാൻ പോകുന്നതും, അതേപോലെ ആ ഒരു മത പഠനത്തിനും അല്ലെങ്കിൽ പള്ളി ഭക്തിക്കും ഒക്കെ പ്രാധാന്യം കൊടുത്ത് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നു. അപ്രകാരം വളർത്തപ്പെട്ടത് കൊണ്ട് തന്നെ ആ ഒരു പള്ളിയിലെ എല്ലാ കുട്ടികളിലും വെച്ച് ഏറ്റവും നല്ല മാർക്ക് മേടിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പിന്തള്ളിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ പഠന നിലവാരം കാഴ്ചവെച്ച് എനിക്ക് അവിടെ മുന്നേറുവാൻ സാധിച്ചു. എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന വ്യക്തിക്ക് ഒരു ക്യാഷ് അവാർഡ് ആ പള്ളിയുടെ വക കൊടുക്കുന്ന, അല്ലെങ്കിൽ ജമാഅത്തിന്റെ വക കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മുടങ്ങാതെ ഈ ഒരു ക്യാഷ് അവാർഡ് എന്റെ പേരിൽ തന്നെ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റും, അതിശൈത്യമുള്ള പ്രഭാതങ്ങളിൽ എഴുന്നേറ്റ് ഒരു ചെറിയൊരു കോട്ടും സോക്സും ഒക്കെ ധരിച്ച് നടന്ന് പള്ളിപ്പുരയിൽ പോയി ഖുർആൻ പഠിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്.
എത്ര അവശതയാണെന്ന് പറഞ്ഞാലും പനിയാണെന്ന് പറഞ്ഞാലും ഒരിക്കൽ പോലും ആ പള്ളിയിലുള്ള പഠനം ഞാൻ മുടക്കിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു, ഒരിക്കൽ പള്ളിപ്പുരയിൽ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് പനി പിടിച്ചിട്ട് ഒട്ടും എഴുന്നേൽക്കാൻ വയ്യാത്ത നിലയിൽ ഞാൻ കിടന്നിട്ടും എന്റെ പ്രിയ മാതാവ് എന്നെ എടുത്തുകൊണ്ട് പോയി പള്ളിയിൽ ഇരുത്തി ഞാൻ പരീക്ഷ എഴുതിപ്പിച്ചതും, ഞാൻ വീണ് കിടന്നുകൊണ്ട് പരീക്ഷ എഴുതിയ ഒരു സാഹചര്യം ഞാൻ ഇന്നതുപോലെ ഓർക്കുന്നു. എന്നാൽ ആ പരീക്ഷയ്ക്കും 100-ൽ 100 മേടിച്ചു, ഞാൻ ഫസ്റ്റ് അടിച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇങ്ങനെ തികഞ്ഞ മതഭക്തിയിലും പള്ളിഭക്തിയിലും ഖുറാൻ പഠനത്തിലും മദ്രസ പഠനത്തിലും ഒക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ എന്റെ ജനനത്തിന് മുൻപ് തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്നെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം. തിരുവചനത്തോട് ചേർത്ത് പറഞ്ഞാൽ, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. എന്റെ പ്രിയ മാതാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള ഒരു സാക്ഷി ഇപ്രകാരമാണ്. എന്റെ പ്രിയ പിതാവ് ഞാൻ ജനനത്തിന് മുൻപ് തന്നെ കർത്താവിനെ ആരാധിക്കാൻ ഒളിച്ചു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോ ഒരിക്കൽ ഒരു പ്രവാചകി എന്റെ പ്രിയ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഉദരത്തിൽ ഉരുവാകുന്ന മകൻ അവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവനായിരിക്കും എന്നുള്ള ഒരു പ്രവചന ശബ്ദം എന്റെ ജനനത്തിന് മുൻപേ എന്റെ മാതാവ് കേൾക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ഈ ഒരു പ്രവചന ശബ്ദത്തിന്റെ നിവർത്തി എന്ന വണ്ണം ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഒരു മകനായി ജനിച്ചു. ഒന്നാമത്തെ പ്രവചനം നിറവേറി, രണ്ടാമത്തെ പ്രവചനം ഒരിക്കലും നിറവേറരുത്, അവന് ഒരിക്കലും ഒരു കർത്താവിന്റെ വേലക്കാരനാവരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് എന്റെ മാതാവ് എന്നെ മദ്രസയിൽ വിട്ട് പഠിപ്പിച്ചതും അവിടുത്തെ ഏറ്റവും നല്ല മാർക്ക് മേടിച്ച് എന്നെ മുന്നേറിപ്പിച്ചതും ഒക്കെ. അപ്പൊ ഇപ്രകാരം ഒരു നിലവാരത്തിൽ കർത്താവിന്റെ ആലോചനയ്ക്ക് വിപരീതമായിട്ടാണ് ഒരു കാലത്ത് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. മനുഷ്യ ബുദ്ധിക്ക് കർത്താവിന്റെ ബുദ്ധിയെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു മൂഢ ചിന്തയായിരുന്നു അതിന്റെ കാരണമായിരുന്നത്. അങ്ങനെ മദ്രസ പഠനത്തിലും വേദ പഠനത്തിലും അതുപോലെ തന്നെ സ്കൂൾ ജീവിതത്തിലും ഒക്കെ ഏറ്റവും നല്ല മികവുകൾ പുലർത്തിക്കൊണ്ട് ഞാൻ മുന്നേറി. ആ ഒരു സമയത്തായിരുന്നു എന്റെ പ്രിയ പിതാവ് വിദേശത്തേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഞാൻ അന്ന് 4-ാം ക്ലാസ് 5-ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അപ്പോ എന്റെ പ്രിയ പിതാവ് വിദേശത്തെ കടന്നുപോയിട്ട് 2 വട്ടം ഉംറയൊക്കെ ചെയ്തു. വിദേശത്തെ കടന്നുപോയി 2 വട്ടം ഉംറയൊക്കെ ചെയ്തിട്ട് മടങ്ങി വന്ന എന്റെ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട വിദേശത്ത് മടങ്ങി വരുവാനിടയായി തീർന്നു. ഈ ഒരു സംഭവമായിരുന്നു തികച്ചും എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീർന്നത്. ഈ ഒരു സംഭവമായിരുന്നു കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്ന സംഭവം. ഞാൻ ഓർമ്മിച്ചതുപോലെ തന്നെ എന്റെ ജനനത്തിങ്കൽ തന്നെ വളരെ വൈഷമ്യങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ എന്റെ മാതാവിന് ഉണ്ടാകേണ്ടി വന്നു. ഡോക്ടർമാർ അവൻ മരിച്ചുപോയി എന്ന് വിധി എഴുതിയ സാഹചര്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻനിർണയ പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനിടയായി തീർന്നു. അപ്രകാരം ജീവിച്ച് വളർത്തപ്പെട്ടിട്ടും ആ ഒരു മതഭക്തി ഞാൻ വിട്ടുകളഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്രകാരം പപ്പ വിദേശത്തെ കടന്നുപോയിട്ട് മടങ്ങി വന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു വ്യക്തി മുസൽമാനായിട്ട് വിദേശത്തെ കടന്നുപോയി, എന്നാൽ മടങ്ങി വരുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ടാണ്. അത് വന്നു കയറുന്നത് വളരെ മുസ്ലിം പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലേക്ക് വന്നു കയറുന്നു. സ്വാഭാവികമായി തന്നെ വളരെ അധികം ശക്തമായ എതിർപ്പുകൾ എന്റെ പ്രിയ പിതാവ് ആ ഭവനത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു. എന്തിനേറെ പറയുന്നു, എന്റെ പപ്പ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരം എന്റെ മാതാവ് 2 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്നും ദൈവം വിടുവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്രകാരം കുടുംബത്തിൽ നിന്ന് വളരെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടും വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലും എന്റെ പ്രിയ പിതാവ് ഈ കർത്താവിലുള്ള വിശ്വാസത്തെ തിരിച്ചു കളയുവാനിടയായി തീർന്നില്ല. ഒന്നിനു വേണ്ടിയിട്ടും, ആഹാരത്തിന് വേണ്ടിയിട്ടാകട്ടെ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാകട്ടെ, മക്കൾക്ക് വേണ്ടിയിട്ടാകട്ടെ, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാകട്ടെ, ഒന്നിനു വേണ്ടി അറിഞ്ഞ ദൈവത്തെ വിട്ടുകളയാതെ നിൽക്കുന്ന ഈ ഒരു പിതാവിന്റെ വിശ്വാസമാണ് എന്നെ സ്പർശിക്കുവാനിടയായി തീർന്നത്. ഞാൻ ആലോചിക്കുക, ഇത്രയും എന്നെ പഠിപ്പിക്കാൻ എന്റെ പ്രിയ പിതാവ് ഏറ്റവും ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളാണ്. അത്രയും ഞാൻ വേദപഠനത്തിൽ എന്നെ മുന്നിട്ട് കൊണ്ടുവന്നിട്ട് എന്റെ പ്രിയ പിതാവ് തന്നെ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു നിലവാരത്തിൽ ജീവിക്കുമെന്ന് നാം ചിന്തിച്ചു. കുടുംബത്തിൽ നിന്ന് പല എതിർപ്പുകൾ, പല സാഹചര്യങ്ങൾ, പല മേഖലകളിൽ നിന്ന് വന്നിട്ടും എന്റെ പ്രിയ പിതാവ് കർത്താവിനെ വിട്ടുകളയുവാനിടയായി തീർന്നില്ല.
ഈ ഒരു വിശ്വാസത്തെ, അല്ലെങ്കിൽ ആ ഒരു പ്രിയ പിതാവിന്റെ വിശ്വാസം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്. എന്റെ പ്രിയ പിതാവ് ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും അനേക രാത്രങ്ങൾ കഴിച്ചു കൂട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. രാത്രിയുടെ യാമ സമയങ്ങളിൽ ഞാൻ, എന്റെ ഓർമ്മ ശരിയെങ്കിൽ, കണ്ണു തുറന്ന് നോക്കുമ്പോൾ പലപ്പോഴും എന്റെ പിതാവ് ദൂരെ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതവുമായിട്ട് പിതാവ് ആ ഭവനത്തിൽ ജീവിക്കുമ്പോൾ, മദ്രസ പഠനത്തിലും അല്ലെങ്കിൽ പാരമ്പര്യ വിശ്വാസത്തിലും ജീവിച്ചുകൊണ്ട് അവിടെ മുൻതൂക്കം നൽകിക്കൊണ്ട് ഞങ്ങളും ഒരു ഭവനത്തിൽ രണ്ട് അഭിപ്രായങ്ങളായി ജീവിച്ചു തുടങ്ങി. അപ്രകാരം ഒരു ജീവിതം ആരംഭിക്കുമ്പോഴും പ്രിയ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയാൻ ഇടയായിത്തീർന്നില്ല. പ്രിയ പിതാവ് എന്ത് വിശ്വസിച്ചു, അല്ലെങ്കിൽ കർത്താവ് എപ്രകാരം എന്റെ പിതാവിനെ രൂപാന്തരപ്പെടുത്തിയോ ആ വിശ്വാസം തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഇന്നും പിന്തുടർന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്രകാരം എന്റെ കുടുംബത്തിൽ നിന്ന് വളരെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. എന്തിനേറെ പറയുന്നു, ഒരു കുടിക്കാൻ ഒരു ചായ പോലും വീട്ടിൽ നിന്ന് കൊടുക്കാത്ത ഒരു സാഹചര്യങ്ങൾ മാറി. അങ്ങനെ ഒരിക്കൽ വിദേശത്ത് നിന്ന് പോയ പിതാവ്, അനേക വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഓർമ്മയ്ക്ക് കൊച്ചുനാളിലെ വിദേശത്തേക്ക് കടന്നുപോയ പിതാവ് മടങ്ങി വന്നപ്പോ പിതാവിനോടുള്ള സ്നേഹപ്രകടനം മൂലം ഞാൻ പിതാവിന്റെ ദേഹത്തേക്ക് ചാടി കയറുകയും പിതാവുമായിട്ട് ചെറിയ ചെറിയ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ പലതവണ ഞാൻ കട്ടിലിൽ നിന്ന് എടുത്ത് എന്റെ പ്രിയ പിതാവിന്റെ ദേഹത്തേക്ക് ചാടും. അപ്പോ പപ്പ എന്നെ പിടിക്കും. അപ്പം കാണാതിരുന്ന് കണ്ട ഒരു സ്നേഹത്തില് ഞാൻ അടുത്ത വട്ടം ചാടിയപ്പോ നല്ല ഊക്കത്തിൽ അങ്ങ് ചാടി. അപ്പം ശരിക്കും വളരെ ശക്തിയോടെ ചാടിയത് കൊണ്ട് തന്നെ എന്റെ പിതാവിന് എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരെ ചെന്ന് വീണത് ടൈൽസിലേക്കാണ്. എന്റെ തല പോയി ടൈൽസിൽ അടിച്ചിട്ട് എനിക്ക് നന്നായിട്ട് വേദനിക്കുവാനിടയായി തീർന്നു. അപ്പോ എന്റെ അമ്മ വളരെ കരഞ്ഞുകൊണ്ട് ഓടി വന്നു, എന്റെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന സാഹചര്യം ഞാൻ ഇന്നും ഓർക്കുന്നു. എന്റെ പ്രിയ പിതാവ് ഒന്നും ചെയ്തില്ല. എന്റെ പ്രിയ പിതാവ് ചെയ്തത് ഇത്ര മാത്രം, എന്നെ വിളിച്ച് വരുത്തിയിട്ട് ചോദിച്ചു, മോനെ കുഴപ്പമല്ലോ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അപ്പ കുഴപ്പമൊന്നുമില്ല, ആ ചെറിയൊരു വേദന ഉണ്ട്, അതങ്ങ് മാറിക്കോളൂന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ മദ്രസ പഠനത്തിന് പോയിട്ട് മടങ്ങി വരുമ്പോ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ക്ഷീണിതനായി ഒരു വാടിയ ചേമ്പുതണ്ട് പോലെ വന്ന് കയറി കട്ടിലൊക്കെ കയറി ഞാൻ കിടക്കുവാനിടയായി തീർന്നു. അല്പസമയത്തിനുള്ളിൽ എന്റെ മുഖം കരിനീല കളറിലേക്ക് മാറുവാനിടയായി തീർന്നു. അപ്പൊ മനസ്സിലായി, ഇന്നലെ തലയിടിച്ച് വീണതിന്റെ ഒരു റിയാക്ഷനായി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയ മാതാവ് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. എന്നാൽ എന്റെ പിതാവ് ചെയ്ത പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയ പിതാവ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്താണ് പ്രാർത്ഥനയെന്നോ അല്ലെങ്കിൽ ഇത് എപ്രകാരം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നോ ഒന്നും അറിയാത്ത ഞാൻ, ഓക്കെ പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ പിതാവ് എന്റെ തലയിൽ കരം വെച്ച് പ്രാർത്ഥിക്കുവാനിടയായിട്ടുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, 10-15 മിനിറ്റുകൾക്കകം എനിക്ക് പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുവാനിടയായിട്ടുണ്ട്. ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ തട്ടി കാണിച്ചിട്ട് പറഞ്ഞു, അപ്പൊ എനിക്ക് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പപ്പന്റെ പ്രാർത്ഥന ഫലിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഈ പിതാവിൽ ദൈവവും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് എന്നെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നത്. ഒരിക്കൽ എന്റെ മാതാവ് വളരെ നെഞ്ചുവേദനയിൽ ഭാരപ്പെട്ടപ്പോഴും എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം കരം വെച്ച് പ്രാർത്ഥിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എന്റെ മാതാവിന് സൗഖ്യം പ്രാപിക്കുവാനിടയായി തീർന്നു. അപ്പൊ എന്റെ മാതാവ് ഇപ്രകാരം പറഞ്ഞു, നമുക്കിവിടെ ഒരു ബോർഡ് എഴുതി വെക്കാം, പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം കിട്ടും എന്നുള്ളൊരു ബോർഡ് എഴുതി വെക്കാം എന്നൊരു നിലവാരത്തിലേക്ക് എന്റെ മാതാവ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്രകാരം ഈ പിതാവിന്റെ വിശ്വാസത്തിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു മതഭക്തിയും ആ പള്ളി ഭക്തിയും വിട്ടുകളഞ്ഞ് പൂർണ്ണമായിട്ടും എന്താ പറയുക, പിതാവിന്റെ ദൈവത്തെ പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാര്യം എനിക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ആ പള്ളിയിലെ ഏറ്റവും മികച്ച കുട്ടി എന്നുള്ള ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ്, ഏറ്റവും പഠനത്തിൽ മിടുക്കൻ എന്നുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ്, അതേപോലെ മറ്റ് എല്ലാവരുടെയും എന്താ പറയുന്നത് ആ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും എന്റെ പിതാവിന്റെ ദൈവത്തെ പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. മറിച്ച് പിതാവ് വിശ്വാസത്തിൽ മുന്നേറ്റ് വരുമ്പോൾ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ പിതാവിനേക്കാൾ ഒരുപടി മുമ്പേ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മുമ്പിട്ട് വന്നു. എന്റെ പിതാവ് പ്രാർത്ഥനയ്ക്ക് സമയങ്ങൾ മാറ്റുമ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഖുർആൻ അതീവമായിട്ട് പഠിക്കാനുള്ള സമയങ്ങൾ ഞാൻ മാറ്റി വെച്ചതായിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്.
അപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിൽ എന്റെ പിതാവ് കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരം ഭവനത്തിൽ നിന്ന്, കുടുംബ ഭവനത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുവാനിടയായി തീർന്നു. എന്നിട്ടും പിതാവ് തോറ്റു കൊടുക്കുവാനിടയായി തീർന്നില്ല. ഒരു ഭവനം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാനിടയായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ആ ഭവനത്തിലും ഇടയായി തീർന്നു. അപ്രകാരം എന്റെ പ്രിയ പിതാവ് ഒരിക്കൽ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എന്നെയും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. മോനെ വാടാ, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വരത്തില്ല. കാര്യം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മതഭക്തി വിട്ടിട്ട് ഒരു പരിപാടിക്ക് നമ്മൾ മുതിരത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ എന്റെ പ്രിയ പിതാവിനോട് ഓർമ്മിപ്പിച്ചു. ആദ്യ ദിവസങ്ങളിൽ പ്രിയ പിതാവ് വളരെ എതിർപ്പുകളൊന്നും പ്രകടിപ്പിച്ചില്ല. പ്രിയ പോയി പ്രാർത്ഥിക്കും, മടങ്ങി വരും. ഈ ഒരു സാഹചര്യമായിരുന്നു. റൂമിൽ കയറി കഥ അടയ്ക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കഴിഞ്ഞിട്ട് മണിക്കൂറുകളുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് വാതിൽ തുറക്കും. ഇതായിരുന്നു എന്റെ പ്രിയ പിതാവിന്റെ ഒരു ശീലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ വീണ്ടും അടുത്ത ഒരു സന്ധ്യാസമയത്ത് എന്റെ പിതാവ് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു. എനിക്ക് പ്രാർത്ഥനയ്ക്കും താല്പര്യമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ല, ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോൾ എന്റെ മാതാവ് പറഞ്ഞു, പപ്പ വിളിക്കുന്നതല്ലേ, നീ എന്തായാലും പോയി നീ ഇരുന്നേരെ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വിശ്വാസമൊന്നുമില്ല, നീ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. പിന്നെ പപ്പ എന്തായാലും അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഹൃദയത്തില് സൂറത്തുകളും ആയത്തുകളും ആ ഒരു വേദവും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി, വേറെ കാര്യമൊന്നുമില്ല, ചുമ്മാ പോയി ഇരുന്ന് കൊടുത്തേക്കാൻ. അപ്രകാരം എന്റെ മാതാവിന്റെ ഒരു ഉപദേശം അനുസരിച്ച് എന്റെ പ്രിയ പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പിതാവിന്റെ കൂടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പങ്കെടുക്കുവാനിടയായി തീർന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ആ പ്രാർത്ഥന എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീർന്നു. എന്റെ പ്രിയ പിതാവിനെ പ്രസാദിക്കാൻ വേണ്ടി ഞാൻ ചെന്ന് കൊടുത്ത ആ തലവെച്ച് കൊടുത്ത ആ പ്രാർത്ഥന ഇന്ന് സ്വർഗത്തിലെ പിതാവ് പ്രസാദിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു പ്രാർത്ഥനയിൽ എനിക്ക് തികച്ചും എന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഭാരം മാറുന്ന മാതിരി, എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ദൈവിക സമാധാനം ആ പ്രാർത്ഥനയിൽ അനുഭവിക്കുവാനിടയായി തീർന്നു. ആദ്യത്തെ ഒരു ദിവസം പപ്പ നിർബന്ധിച്ചു പ്രാർത്ഥിപ്പിച്ചു, നിർബന്ധിച്ച് പ്രാർത്ഥനയ്ക്കൊണ്ടിരുത്തിച്ചു. രണ്ടാമത്തെ ദിവസം പറഞ്ഞു, പപ്പ ഞാനും വരും, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും എന്തോ ഒരു സമാധാനം എനിക്ക് അവിടെ കിട്ടുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പ്രിയ പിതാവിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ചുമ്മാ പോയി അവിടെ ഇരിക്കുവാനിടയായി തീർന്നു. എന്നാലും ആ ഇരിക്കുന്ന സമയത്തും ഖുറാന്റെ സൂറത്തുകളും ആയത്തുകളും ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ആ പ്രാർത്ഥനയിലും പങ്കെടുത്ത് എന്നുള്ളതാണ് വിസ്മരിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യം. അപ്രകാരം ചില ദിവസങ്ങൾ തെളി നീക്കിയ ശേഷം എന്റെ പ്രിയ പിതാവ് പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞു, നീ കുറച്ച് ദിവസങ്ങളായിട്ട് വന്ന് വെറുതെ ഇരിക്കുമല്ലോ, ഇന്ന് നീയും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പിതാവ് എന്നോട് പറഞ്ഞു, നിനക്ക് അറിയാവുന്ന പോലെ, നിനക്ക് എന്താണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, നിനക്ക് അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ആകെ കുഴങ്ങി. എന്തായാലും പിതാവ് പറഞ്ഞല്ലേ, ചുമ്മാ എന്തേലും ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി ഞാൻ വെറുതെ എങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഒരു കാര്യം ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഈ ദൈവം എന്നോട് സംസാരിക്കണം. ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയുടെ ഇടയിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അന്ന് രാത്രി എന്നോട് ദൈവിക ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിച്ചിരുന്ന ദൈവം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്ന് എനിക്ക് ഉറപ്പുണ്ട്, ആ ദൈവം എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. എന്റെ പിതാവ് പറഞ്ഞു, ഇല്ല, കർത്താവായ യേശുക്രിസ്തു ദൈവം, യേശുക്രിസ്തു നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു വാദപ്രതിവാദം ഉന്നയിച്ചുകൊണ്ട് ആ രാത്രി ഞാൻ കിടന്നുറങ്ങി. ആ രാത്രി കർത്താവായ യേശുക്രിസ്തു എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. എനിക്ക് എന്തെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാര്യം ഞാൻ ഇത്രയും വിളിച്ചിട്ടും ഇത്രയും വിശ്വസിച്ചിട്ടും ഞാൻ വിശ്വസിച്ച ദൈവത്തിന് എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരാൻ കഴിഞ്ഞില്ല. ഞാൻ വിശ്വസിച്ച ദൈവത്തിന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്റെ പ്രിയ പിതാവ് ഈ മതം മാറി എന്റെ പിതാവിനെ മടക്കി കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ദൈവത്തിന് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് എന്റെ കൊച്ചു ഹൃദയത്തിൽ അന്ന് ഒഴിവായി തീർന്നത്. ഈ ചോദ്യത്തിന് വിപരീതമായിട്ട് കർത്താവായ യേശുക്രിസ്തു എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ മനസ്സിലാക്കി, ജീവിക്കുന്ന ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ്. തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അപ്രകാരം ഞാൻ വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവ് എനിക്ക് ദർശനങ്ങളെ പകർന്നു കൊടുക്കുവാനും ഇടയായി തീർന്നു. ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച്, ഭാവി കാര്യങ്ങളെ കുറിച്ച് കർത്താവ് എന്നോട് അല്പമല്പമായി സംസാരിക്കുവാനിടയായി തീർന്നു.
എനിക്ക് മനസ്സിലായി ഈ ദൈവത്തിന് എന്തോ ഒരു ശക്തിയുണ്ട്. ഞാൻ വിശ്വസിച്ചതിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചത് ദൈവത്തിൽ നിന്ന് അധികമായിട്ട് യേശു ക്രിസ്തുവിന് എന്തോ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. അപ്രകാരം എനിക്കറിയാവുന്ന നിലവാരത്തിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയും ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ കർത്താവ് എന്നോട് സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ ഭവനം മാറിയത് കൊണ്ട് തന്നെ എൻ്റെ മദ്രസയിലെ പഠനം അവിടെ മുടങ്ങുവാനിടയായി തീർന്നു. ഏറ്റവും മികച്ച മാർക്ക് മേടിച്ചുകൊണ്ട് മുന്നേറിയ എൻ്റെ പഠനം മുടങ്ങുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്നെ ബാധിക്കുന്ന വിഷയമാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു പഠനം മുടങ്ങിയ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എന്റെ സമയങ്ങളെ വേർതിരിച്ചത്. എല്ലാം ദൈവത്തിന്റെ മുൻനിർണയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനോട് ഞാൻ എന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തു എന്റെ പ്രാർത്ഥനകൾക്ക് ദർശനങ്ങളിലൂടെ, തിരുവചനത്തിലൂടെ എന്നോട് സംസാരിക്കുകയും ഇടയായി തീർന്നു. എന്റെ പ്രപിതാവ് വൈകുന്നേര സമയങ്ങളിൽ എന്നെ വിളിച്ചിരുത്തിയിട്ട് ബൈബിളിൽ ഓരോ അധ്യായങ്ങൾ എടുത്ത് ഓരോ ചെറിയ ചെറിയ കഥകളും കാര്യങ്ങളും എനിക്ക് ബൈബിളിൽ നിന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് കേൾക്കാൻ ആഗ്രഹമായി. എന്ന് വെച്ചാൽ നമ്മൾ മുസ്ലിം സമുദായത്തിൽ പഠിക്കുമ്പോൾ കുറെ അറബികൾ പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് പഠിക്കുന്നത് ഞാൻ അന്ന് വരെ ഗ്രഹിച്ചിരുന്നില്ല. എന്തോ പഠിക്കുന്നുണ്ട്, അത് കാണാതെ പഠിച്ചു പറയുന്നു. ഇതല്ലാതെ ഇതിനകത്ത് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ഞാൻ അന്ന് വരെ മനസ്സിലാക്കിയിരുന്നില്ല. അതിൽ നിന്ന് വിപരീതമായിട്ട് ബൈബിളിലെ കഥകള്, സംഭവങ്ങള് പപ്പ പറഞ്ഞു തന്നപ്പോ എനിക്ക് അതിനോട് താല്പര്യം കൂടി. വീണ്ടും വീണ്ടും അറിയാനുള്ള ആഗ്രഹം നിമിത്തം വീണ്ടും പിതാവിനോട് ബൈബിൾ എടുത്തുകൊണ്ട് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. എന്റെ പ്രിയ പിതാവ് താൻ ഗ്രഹിച്ച അറിവിനൊത്തവണ്ണം എനിക്ക് തിരുവചനം പകർന്നു നൽകുവാനിടയായിത്തീർന്നു. അങ്ങനെ ഒരു ദിവസം എന്തോ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് പപ്പ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനും പറഞ്ഞു, ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞു ഞാനും അനിയനും കൂടെ ചെന്ന് വാതിലടച്ച് പപ്പായുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അന്ന് പാടാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എങ്കിലും അറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പക്ഷേ പപ്പ തിരുവചനത്തിൽ നിന്ന് എന്നോട് ഓരോ വചനം എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രകാശം വന്ന് എന്റെ പ്രിയ പിതാവിന് പുറകിലായിട്ട് നിൽക്കുന്നത് ഞാൻ എന്റെ കണ്ണോട് ദർശിക്കുവാനിടയായിത്തീർന്നു. എനിക്കറിയത്തില്ല, ആ ഒരു പ്രകാശം എന്റെ പ്രിയ പിതാവിന്റെ മുൻപിൽ പുറകിൽ കണ്ടപ്പോ എന്റെ ദേഹത്ത് എന്തോ പോലെ ഒരു അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. എന്റെ പ്രിയ പിതാവിനോട് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പറഞ്ഞു, പപ്പായുടെ പുറകിൽ ഒരു പ്രകാശം നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നത്. എന്റെ പ്രിയ പിതാവ് പറഞ്ഞു, മോനെ അത് ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് പറഞ്ഞു. 2-3 പേരുണ്ട് താമസത്തിൽ കൂടുന്നതിന് മധ്യേ ഞാൻ ഉണ്ടെന്ന വാക്ക് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യമാ മോനെ കണ്ടെന്ന് പറഞ്ഞു. അപ്രകാരം ആ ഒരു ഇൻസിഡന്റ് എന്നെ മാറ്റിമറിച്ചു. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ പായലിരുന്ന് തന്നെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രകാരം കുടുംബത്തിൽ നിന്ന് വളരെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടും പ്രിയ പിതാവില് കർത്താവിനുള്ള വിശ്വാസം വിട്ടുകളയാത്ത നിമിത്തം പ്രിയ പിതാവിന് ഞങ്ങളെയും കൂടെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് പ്രിയ പിതാവിനോട് കൂടെ ചർച്ചിലേക്ക് പോയി ആരാധനയ്ക്കൊക്കെ സംബന്ധിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴും പഠിച്ചു വന്ന ആ ഒരു രീതിയിലേക്ക് ആ ചർച്ചിലെയും ഏറ്റവും നല്ല മാർക്ക് മേടിച്ച് അവിടെയും പഠിക്കുവാൻ കർത്താവ് എനിക്ക് ഇടയൊരുക്കി. അപ്രകാരം ചർച്ചിലുള്ള എല്ലാവർക്കും എന്നോട് വളരെ കാര്യം ഒരു പാരമ്പര്യ സമുദായത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞപ്പോൾ മറ്റുള്ളവരിൽ നിന്നുള്ള ആ സ്നേഹം എന്നെ വല്ലാതെ മാറ്റിമറിച്ചു. എന്നുവെച്ചാൽ കർത്താവിനെ അറിഞ്ഞ നിമിത്തം കുടുംബക്കാരെ തള്ളി നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാനോ നമ്മെ കരുതുവാനോ നമുക്കൊരു ആശ്വാസമൊക്കെ പറന്നു വരുവാനോ ആരും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് കർത്താവിന്റെ സ്നേഹത്തിൽ നമുക്ക് രക്തബന്ധമില്ലാത്ത അനേകര് നമ്മളോട് വന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ തേടി വരുവാനിടയായി തീർന്നു. ഇങ്ങനെ ഭവനങ്ങൾ പലത് വാടകയ്ക്ക് മാറി മാറി താമസിക്കുമ്പോഴും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഞാൻ മുന്നിട്ട് കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയ പിതാവ് ചില അടിസ്ഥാന പാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. പിന്നീട് അടിസ്ഥാന പാഠങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ എന്റെ പ്രിയ പിതാവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ പിതാവ് വീണ്ടും വിദേശത്തേക്ക് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ പിതാവ് ഒരു വിശ്വാസ കുടുംബം അപ്പുറത്തുള്ള എന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റൂമിൽ, ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ വാടകയ്ക്ക് അവിടെ താമസിക്കുകയിടയായി തീർന്നു. പിതാവിൽ നിന്നുള്ള കേട്ട ആ ആദ്യ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു.
ഒറ്റയ്ക്കുള്ള രാത്രിയാമങ്ങളിൽ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം പിതാവിൽ നിന്ന് എന്നിലേക്ക് പകർന്നു കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്രകാരം ആ ഒറ്റയ്ക്ക് നിലവാരത്തിൽ, മറ്റേത് പിതാവ് ഞാനോട് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ പിതാവിനോട് ചേർന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന, ഞാൻ ഒറ്റയ്ക്ക് ആ കർത്താവിനുള്ള വിശ്വാസത്തിൽ മുന്നിട്ടുകൊണ്ടേയിരുന്നു. തിരുവചനം വായിക്കുക, തിരുവചനം പക്ഷെ വായിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ കർത്താവിനോട് വചനത്തിൽ നിന്ന് സംസാരിച്ചു. ഈ വചനത്തിൽ എന്തോ കാര്യമായ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ വചനം വീണ്ടും വീണ്ടും ഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് തിരുവചനം മുഴുവൻ വായിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. അപ്രകാരം അതിന്റെ വിശ്വാസ ജീവിതം മുൻപോട്ട് കടന്നുപോയി. വിശ്വാസ ജീവിതം മുൻപോട്ട് കടന്നു പോകുന്നതിനോടുപരി എന്റെ പ്രിയ പിതാവ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വിദേശത്ത് നിന്ന് കടന്നു വന്നു. അങ്ങനെ വീണ്ടും വിശ്വാസ ജീവിതം മുന്നോട്ട് പോയപ്പോ എന്റെ പ്രിയ പിതാവ് സ്നാനത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുവാനിടയായിത്തീർന്നു. സ്നാനത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഞാൻ എന്തു ചെയ്യണം, ഞാൻ എപ്രകാരം പ്രവർത്തിക്കണം എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് വീണ്ടും വചനത്തിൽ സംസാരിച്ചു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ 2018 ആണ്ട് നവംബർ മാസം 2-ാം തീയതി പുനരൂരിൽ വെച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ദൈവം എനിക്ക് എന്റെ പ്രിയ മാതാവിനും ഒരുമിച്ച് അവസരമൊരുക്കി എന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. പ്രകാരം കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇത്രയും നാളെ ഞാൻ പാരമ്പര്യത്തിൽ അകപ്പെട്ടു പോയി, എന്റെ സമയവും ബാല്യകാലവും എല്ലാം ഞാൻ അവിടെ ചെലവഴിച്ചു. അതിൽ വിപരീതമായിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, കർത്താവിന്റെ നാമം ഉയർത്തണം എന്ന ആഗ്രഹത്തോടെ ഞാൻ ആയിരുന്നു. അപ്രകാരം ഒരു നിലവാരത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്രസംഗത്തോടൊക്കെ ഇച്ചിരി താല്പര്യമുള്ള ഒരു കൂട്ടത്തില് എന്റെ ചർച്ചിലെ പാസ്റ്റർ ഒരു ദിവസം, അതും ഇതേപോലെ ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു ഡിസംബർ 25-ാം തീയതി ഒരു പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, പക്ഷെ പ്രസംഗിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്കറിയാം, എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ പാസ്റ്റർ എനിക്ക് ഒരു പ്രസംഗം തയ്യാറാക്കി തന്നിട്ട് പറഞ്ഞു, മോൻ ഇത് കാണാതെ പഠിച്ചിട്ട് പ്രസംഗിച്ചോളാം പറഞ്ഞു. അപ്രകാരം ആ ഒരു കാണാതെ പഠിച്ച പ്രസംഗമൊക്കെ ആയിട്ട് ഞാൻ അന്ന് ആദ്യമായിട്ട് കർത്താവിനെ തെരുവോരങ്ങളിൽ ശുശ്രൂഷിക്കുവാനിടയായി തീർന്നു. ആ അനുഭവം തികച്ചും എനിക്ക് ഇന്ന് ഓർക്കാൻ കഴിയുന്നു. അത് ജീവിതത്തെ എനിക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവുമാണ് നൽകി തന്നത്. എനിക്ക് വീണ്ടും കർത്താവിനെ തെരുവോരങ്ങളിൽ സാക്ഷിക്കണം, തെരുവോരങ്ങളിൽ കർത്താവിനെ ഉയർത്തണം എന്നുള്ള ആഗ്രഹം എന്റെ ഉള്ളിൽ കടന്നുകൂടുവാനിടയായി തീർന്നു. പിന്നീട് ആ ഒരു പ്രസംഗ ശൈലിയൊക്കെ മാറ്റി കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച പ്രസംഗങ്ങളുമായിട്ട് കർത്താവിനെ തെരുവോരങ്ങളിൽ ഉയർത്തുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ അവസരമൊരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ചെറിയ ഒരു രോഗം പിടിക്കപ്പെടുവാനിടയായിത്തീർന്നു. മറ്റൊന്നുമല്ല, എന്റെ സലൈവറി ഗ്ലാൻഡിൽ, കഴുത്തില് ഒരു സ്റ്റോൺ വന്നിട്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. വർഷങ്ങൾ ആ സ്റ്റോൺ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ചില മാസങ്ങൾക്ക് മുൻപ് ആ ഒരു വേദന കഠിനമായപ്പോ ഞാൻ പിതാവിനോട് പറഞ്ഞു, പപ്പ എനിക്കിത് സഹിക്കാൻ വയ്യ, ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു, ഇത് സ്റ്റോൺ തന്നെ. ഒരു 4-5 വട്ടത്തെ സ്കാനിങ്ങിന് ശേഷമാണ് ഇത് സ്റ്റോൺ ആണെന്ന് അവർ കണ്ടെത്തിയത്. എന്നിട്ട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നാവിന്റെ സംസാരശേഷി നഷ്ടപ്പെടുവാനിടയായിത്തീരും, അല്ലെങ്കിൽ മുഖത്തിന്റെ രൂപം അല്പം വിരൂപമാകുവാനിടയായിത്തീരും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. എന്നാൽ ആ ഒരു സമയത്തും ഞാൻ സഭയിൽ ഈ ഒരു കാര്യം പപ്പ പരസ്യപ്പെടുത്തുകയും സഭയിലെ ദേവദാസനും കുടുംബവും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നാവ്, ഇതിന്റെ സംസാരശേഷി എനിക്ക് കിട്ടണം, എനിക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ഇപ്രകാരം പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി വിധേയനാകുവാനിടയായിത്തീർന്നു. എന്നാൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഡോക്ടർമാര് കഴുത്ത് തുറന്നു വെച്ചിട്ട് അവർ അത്ഭുതപ്പെട്ടു പോകുവാനിടയായിത്തീർന്നു. കാര്യം അവർ 6-7 വട്ടം സ്കാൻ ചെയ്ത് കല്ല് ഉണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആ ഒരു വസ്തുത, എന്റെ ഓർമ്മ ശരിയെങ്കിൽ എനിക്ക് ബോധം വന്നപ്പോ 6-7 ഡോക്ടർമാർ എന്റെ ചുറ്റും നിൽക്കുക. എന്നിട്ട് അവര് പറയാ, ഈ സ്റ്റോൺ കാണാനില്ല, ഇത് എന്ത് മിറക്കിളാണ് ഇവിടെ സംഭവിച്ചതെന്ന് അവര് കുഴങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തു എന്നെ ആ ഒരു രോഗത്തിൽ നിന്നും, നാവിന്റെ സംസാരശേഷി ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകാമെന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു എന്നെ വിടുവിക്കുവാനിടയായിത്തീർന്നു.
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗിയായി ഭാരപ്പെടുകയാണോ? വൈദ്യശാസ്ത്രത്തിന് ഇനി പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയിരിക്കുന്ന അവസ്ഥയിലാണോ? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, താങ്കളെ വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ മാറ്റിമറിച്ചത്. എന്റെ പിതാവിനുള്ള വിശ്വാസമാണ്, പിതാവിന് കർത്താവുമായുള്ള വിശ്വാസവും സ്നേഹവുമാണ് ഞങ്ങളെയും എന്റെ കുടുംബത്തെയും കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചല്ലോ, 2 തവണ ആത്മഹത്യയെ ശ്രമിച്ച എന്റെ പ്രിയ മാതാവും ഇന്ന് ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ഉയർത്തുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇന്നും തെരുവോരങ്ങളിൽ കർത്താവിന്റെ നാമവുമായിട്ട്, കർത്താവിന്റെ വേലയ്ക്ക്, കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായിട്ട് പ്രതിഫലിച്ച കൂടാതെ ഞങ്ങൾ കുടുംബമായിട്ട് പ്രയോജനപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ കർത്താവിൽ സന്തോഷിക്കുക. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നും കൊണ്ടല്ല, മറിച്ച് ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തു യേശുവിൽ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ദൈവത്തിന് വേണ്ടി ഇപ്രകാരം പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീർന്നത്. എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നല്ല, ഇനിയും ചെയ്യാൻ അനേകം കർത്തവ്യങ്ങൾ, കർത്താവ് ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഇനിയും മുൻപിലുണ്ട്. ആ കർത്തവ്യങ്ങളിലേക്ക് ജീവിത അവസാനത്തോളം വിശ്വസ്തദാസനെ എന്ന് വിളി കേട്ട് മുന്നേറുവാൻ ഇടയായി തീരേണ്ടതിന് ദൈവമക്കളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, താങ്കൾ ഒരു പക്ഷേ ഏത് കുടുംബത്തിന്റെ അവസ്ഥയിലായിരിക്കാം, ഏത് സാഹചര്യത്തിലായിരിക്കാം, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ എനിക്ക് താങ്കളോട് സംസാരിക്കാനുള്ള ഒറ്റ കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന് താങ്കളുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും. താങ്കളുടെ പരാജയങ്ങളെ യേശു ക്രിസ്തുവിന് വിജയമാക്കുവാൻ ഇടയായിത്തീരും. ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച് സമൂഹം ചാർച്ചക്കാരും എല്ലാം തള്ളി എന്ത് ചെയ്യണമെന്ന് കുഴങ്ങി നിൽക്കുന്ന വ്യക്തിയാണോ താങ്കൾ, ഇന്ന് തന്നെ ഈ ശബ്ദ തരംഗത്തിലൂടെ താങ്കളുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഇടയായി തീർന്ന നിശ്ചയമായും കർത്താവ് താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. എപ്രകാരം കർത്താവിന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു, അതിനുപരി ഞാൻ എപ്രകാരം മദ്രസയിൽ പഠിച്ചോ അതിനേക്കാളൊക്കെ ഒരു പടി മുൻപിൽ മറ്റ് കാര്യങ്ങൾ ഞാൻ എവിടെ കൈവെക്കുന്നു അവിടെ എല്ലാം പഠനത്തിൽ മുന്നേറുവാൻ കർത്താവ് എനിക്ക് അവസരം ഒരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ മാത്സ് വിഷയങ്ങളിൽ പൊതുവെ വീക്കായിരുന്നു. എനിക്ക് വലിയ എന്താ പറയുക, മാത്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം എങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാലും സംഭവം കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവ് എനിക്കത് പഠിക്കാൻ വേണ്ട ബുദ്ധി നൽകുകയും ഇന്ന് ഞാൻ +2 കൊമേഴ്സ്, അത് മാത്സ് തന്നെ ഓപ്ഷൻ വിഷയമായിട്ട് എടുത്തു വെച്ച് പഠിക്കുവാനും ഇടയായിത്തീരുന്നു. ഈ പഠനത്തിനും ഈ സ്കൂളിലും ഒന്നും എനിക്ക് യോഗ്യതയില്ല. കാര്യം ഇവിടെ പഠിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുന്നത്, ഒരു ക്രിസ്ത്യാനികളുടെ ഒരു സ്കൂൾ, ഒരു ഓർത്തഡോക്സുകാർ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണ്. അപ്പം എനിക്കാണെങ്കിൽ ഈ കൊമേഴ്സ് മാത്സ് കർത്താവ് പറഞ്ഞു എന്നോട് എടുത്ത് കൊമേഴ്സ് മാത്സ് പഠിക്കാൻ പറഞ്ഞു. സോ വേറെ സ്കൂളുകൾ എനിക്ക് എന്റെ ലൊക്കാലിറ്റിയിൽ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് കർത്താവ് ഈ സ്കൂളിൽ തന്നെ കിട്ടണം. അങ്ങനെ അഡ്മിഷനുമായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ ആദ്യം സർട്ടിഫിക്കറ്റ് മേടിച്ച് നോക്കി, മാർക്കെല്ലാം ഉണ്ട്, സംഭവം ശരിയാണ്, പക്ഷെ പേര് കിടക്കുന്നത് അല്ലമീൻ എന്നായതുകൊണ്ട് ഈ സ്കൂളിൽ സീറ്റ് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറയുവാനിടയായിട്ട്. ഞാൻ പറഞ്ഞു ഇല്ല, എന്നോട് കർത്താവ് സംസാരിച്ചതാ, ഈ സ്കൂളിൽ സീറ്റ് കിട്ടും, ഈ സ്കൂളിലേക്ക് കൊടുക്കാൻ എന്നോട് കർത്താവ് സംസാരിച്ചതാണെന്ന് ഞാൻ പറഞ്ഞു. ചില മിനിറ്റുകൾക്ക് ശേഷം ഹെഡ് മാസ്റ്റർ വിളിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, ആ ഇരുന്ന വ്യക്തിയോട് പറഞ്ഞു, ഇന്നൊരു മാർക്കൊക്കെ ഉള്ളതല്ലേ, സീറ്റ് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്രകാരം പഠന മേഖലകളിലും എന്റെ ജീവിത മേഖലകളിലും എല്ലാം കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് എന്നെ ഇതുവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും എല്ലാ ദൈവമക്കളും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആത്മീക വർധനയ്ക്ക് വേണ്ടിയിട്ടും ദൈവം ഏത് നിലവാരത്തിൽ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആ നിലവാരത്തിൽ ദൈവത്തിന് പ്രയോജനപ്പെടാനായിട്ട് ദൈവമക്കളുടെ ശക്തമായ പ്രാർത്ഥനയെ ഞാൻ ഈ സമയത്തിൽ ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഈ ചെറിയ ജീവിത സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ അവറുകൾക്കും എന്നെ കേട്ടിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയെ കടപ്പാടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ലമീൻ, പ്രൈസ് ഗോഡ്. കൂട്ടുകാരോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ലമീന്റെ സുഹൃത്തുക്കളോട്, അല്ലമീന്റെ സമപ്രായക്കാരായ സുഹൃത്തുക്കളോടൊക്കെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനലിലൂടെ? എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഒരു സമപ്രായക്കാരോട് എനിക്ക് പറയാൻ സാധിക്കുന്നത്, പലപ്പോഴും സമപ്രായക്കാർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്നും ലഹരിയുടെ ഉപയോഗവും അതേപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയകളുടെ അഡിക്ഷൻ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ സമൂഹത്തെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ എനിക്ക് തങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപക്ഷെ ബുദ്ധി കുറവാണോ?
ഞാൻ നിങ്ങളുടെ മുൻപിൽ സാക്ഷിയായി നിൽക്കുക. പഠിക്കാൻ ഒന്നുമില്ലാതിരുന്ന എന്നെ, മാത്സിനൊക്കെ വെറും 0 ആയിരുന്ന എന്നെ കർത്താവ് ഇത്രത്തോളം മാനിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ നിശ്ചയമായും താങ്കളുടെ ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. താങ്കൾ എന്തിനെങ്കിലും അടിമപ്പെട്ടിരിക്കുന്നു, താങ്കൾ മറ്റെന്തെങ്കിലും നിലവാരത്തിൽ കുടുംബ തകർച്ചയിലോ ജീവിത തകർച്ചയിലോ ഒക്കെ ആണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, താങ്കളെ രക്ഷിക്കുവാൻ ഇടയായി തീരും. ആ കർത്താവായ യേശു ക്രിസ്തുവിന് ചെയ്യേണ്ട ഇത്ര മാത്രം. പൈസ മുടക്കേണ്ട ആവശ്യമില്ല, കർമ്മമാർഗങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. തിരുവചനം പഠിപ്പിക്കുന്ന ഒറ്റ യാഥാർത്ഥ്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ താങ്കളും കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയായി. അതുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ ഒരവസരം നൽകുവാൻ ഇടയായി തീരുമെങ്കിൽ എന്നെ കേൾക്കുന്ന സമപ്രായക്കാരോട് എനിക്ക് പറയാൻ സാധിക്കുന്നത്, എന്നെ ഇപ്രകാരം മാനിച്ചൊരു ദൈവം നിശ്ചയമായും താങ്കളെ മാനിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. ആ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പ്രയോജനപ്പെടുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായും താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതത്തെ കാണുവാൻ ഇടയായി തീരും. ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് അഭിമാനമായി നിൽക്കുന്ന പ്രിയ അല്ലമീൻ മോനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മോന്റെ പ്രായത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇന്ന് മൊബൈലിന് അടിമയായിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം വേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതെ അലസരായി ജീവിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് മാറി ചിന്തിക്കുവാന്, ആ ഒരു ശരിയായ മാർഗം തിരഞ്ഞെടുക്കുവാന് മോനെ പോലുള്ള ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിയും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് അല്ലമീൻ. തീർച്ചയായിട്ടും അല്ലമീനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കന്മാർക്ക് നല്ല ഒരാശ്വാസമായി, അനുഗ്രഹമായി തീരട്ടെ, സമൂഹത്തിന് പ്രയോജനമുള്ളവനായി തീരട്ടെ, ദൈവത്തിന് ഏറെ പ്രയോജനമുള്ളവനായി തീരട്ടെ എന്ന് ഞങ്ങൾ ഒന്നടങ്കം അലമീനെ ആശംസിക്കുന്നു, അലമീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിച്ചതിന് വളരെ വളരെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വളരെ ചെറുപ്പത്തിൽ തന്നെ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്ത ഒരു മകൻ തൻ്റെ ആ അനുഭവത്തിലൂടെ, ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അവൻ പറഞ്ഞത്. അവൻ്റെ പിതാവിൽ നിന്ന്, അല്ലെ അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു പശ്ചാത്തലം മറ്റൊന്നാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അതേ കുടുംബത്തിൽ നിന്ന് തന്നെ അവന് പിന്നത്തേതിൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സന്ദേശം, ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിരിക്കുന്ന, യൗവനക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വലിപ്പ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുക, അനുഗ്രഹിക്കപ്പെടുക, ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ തക്ക ഇടയായി തീരട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവനാമം ഈ അവസരത്തിൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഇതുവരെയും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ കഴിഞ്ഞില്ല, മറ്റെന്തെങ്കിലും വസ്തുതകൾക്കോ സാഹചര്യങ്ങൾക്കോ അടിമയായിരിക്കുന്നു എങ്കിൽ, അല്ല അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയും. ആകയാൽ ആ യേശുവിന് വേണ്ടി ഇതുവരെയും ജീവിതം കൊടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഈ നിമിഷം കർത്താവേ അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണമേ, അങ്ങനോട് സംസാരിക്കണമേ. പ്രിയ കുഞ്ഞ് പറഞ്ഞതുപോലെ അങ്ങനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ ദൈവശബ്ദം കേട്ട ഒരു പൈതൽ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും, നമ്മളോട് ഓരോരുത്തരോട് സംസാരിക്കും. ഈ വർഷത്തിന്റെ ഓരോ ദിവസവും നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളെ അടയ്ക്കൂ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കൂ. നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ അല്ലമീൻ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, നല്ലത് മനോഹരമായ പകൽക്കാലം കർത്താവേ, അങ്ങയുടെ സ്നേഹം എപ്രകാരം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നുള്ള ജീവിത സാക്ഷ്യം അല്പനേരം കർത്താവെ അവിടുത്തെ വിലപ്പെട്ട മക്കളുമായി ഷെയർ ചെയ്യുവാൻ ദൈവം അടിയനെ ബലപ്പെടുത്തി അങ്ങനെ വിശ്വസതയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം ആരെങ്കിലും കർത്താവെ കുടുംബ തകർച്ചയിലോ ജീവിത നിരാശയിലോ അകപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം കർത്താവെ അവരെ തേടിയെത്തുവാൻ സ്വർഗ്ഗടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വയലിൽ വേല ചെയ്യുന്ന ദേവദാസനെ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ, പ്രവർത്തനങ്ങളെല്ലാം ദൈവം മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകളെല്ലാം അനുഗ്രഹിക്കണമേ, പ്രവർത്തനങ്ങളെല്ലാം സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. ദൈവനാമത്തിന് വേണ്ടി ഇനിയും അനേകരെ കർത്താവെ ഒരുക്കിയെടുക്കുന്ന ഒരു വക്താവായി തീരുവാൻ ദൈവം അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് പാൽക്കാലം വേദനയോടെ നിരാശയോടെ കുടുംബ തകർച്ചയിൽ രോഗത്തിൽ കടപ്പാരത്തിൽ കർത്താവ് ആകുല ചിന്തയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവെ പ്രായ വ്യത്യാസമന്യേ അടിയനിപ്പോൾ കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ സമാധാനം അവരുടെ ഹൃദയത്തെ തേടിയെത്തുവാൻ സ്വർഗ്ഗടയാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയനെ പോലെ ചില ദിവസങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന എല്ലാ ദൈവത്തിന്റെ വിധങ്ങൾക്കുമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പുണ്യബ്രാന്റെ പാദങ്ങൾക്ക് മുറ്റുമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു പ്രിയ അല്ലമീൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വിലപ്പെട്ട സമയങ്ങൾ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ചിലവഴിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.